പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. നാം വ്രതം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നില്ല. പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും, ഞാൻ എന്റെ നേരെ അനുഭവം പറയാം, ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല. നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നേയില്ല. ചില ഹോട്ടലുകളുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഹോട്ടൽ പ്രശാന്ത്, സിവിൽ സ്റ്റേഷന് മുൻവശം. വെജും ഉണ്ട്, നോൺ വെജും ഉണ്ട്. മലപ്പുറത്താണ്, സിവിൽ സ്റ്റേഷന് മുൻവശമാണ്. അവിടെ വെജും നോൺ വെജും ഉണ്ട്. ഇനി നിങ്ങൾ പച്ചക്കറി മാത്രം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടണ്ട. നല്ല ഒന്നാം തരം ഞാൻ പറഞ്ഞ ഇഞ്ചിയും കുരുമുളകും ചതച്ചിട്ട ബീഫും ബീഫ് ഫ്രൈയും രണ്ടും ഉണ്ട്, അത് കഴിച്ചോണം. രണ്ടാമത് ഹോട്ടൽ സരോജ് പെരിന്തൽമണ്ണ, അത് വെജിറ്റേറിയനാണ്. ഇനി വേണമെങ്കിൽ അതിന്റെ ബാക്കിൽ പോയിരുന്നിട്ട് തിന്നാം, വേറെ എവിടെയെങ്കിലും മേടിച്ചിട്ട് വന്നിട്ട്. മൂന്നാമത് ഹോട്ടൽ അന്നപൂർണ പെരിന്തൽമണ്ണ. നാലാമത്തെ ഹോട്ടൽ സ്വാഗത്, വെജാണ്, ടൗൺ ഹാളിന് മുൻവശം മലപ്പുറം. അഞ്ചാമത്തെ ഹോട്ടൽ അയോധ്യ. അയോധ്യ ഹോട്ടൽ ചെമ്മാടാണ്. അയോധ്യ ഹോട്ടൽ അറിയാമല്ല, ഞാൻ പറയണ്ടല്ലോ, ചെമ്മാടാണ്. അവിടെ റമദാൻ കൂട്ടത്തില്ല, നല്ല ഭക്ഷണം കിട്ടും, കഴിച്ചോണി. ആറാമത്തെ ഇന്ത്യൻ കോഫി ഹൗസ്, അവിടെ പിന്നെ വിഭവസമൃദ്ധമായ ആഹാരം കിട്ടുമല്ലോ. എട്ടാമത്തെ വനിതാ ഹോട്ടൽ വെന്നിയൂർ വനിതാ ഹോട്ടലുണ്ട്, അവിടെ എല്ലാത്തരം ഭക്ഷണവും കിട്ടും. ഒമ്പതാമത്തെ ഹോട്ടൽ സോപാനം, ഇത് സ്ഥിതി ചെയ്യുന്നത് മേൽപ്പാലത്തിന് താഴെ അങ്ങാടിപ്പുറത്തുണ്ട്. പത്താമത് ഹോട്ടൽ വെങ്കടേശ്വര, വെജാണ്, ഇത് ചങ്കുവെട്ടി കോട്ടകൽ. ഇവിടെ നിന്നൊക്കെ ഈ പറയപ്പെട്ട പോലെ നല്ല സാധനങ്ങൾ കിട്ടും. ഇല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് മേടിച്ചിട്ട് വന്നിട്ട് ഈ വെജിന്റെ പുറകെ ഇരുന്നാലും നിങ്ങൾക്ക് കഴിക്കാം. സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നവർക്ക് കഴിക്കാം. ഇനി വെജ് മാത്രം ഉണ്ടെങ്കിൽ അതും കിട്ടും. ഇപ്പൊ 10 ഹോട്ടലിന്റെ പേര് ഞാൻ പറഞ്ഞു. ഇനിയും വേണമെങ്കിൽ ലൊക്കേഷൻ ലിസ്റ്റൊക്കെ തരാം.